എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്ക് നമ്മൾ പള്ളിക്ക് ചെന്നാൽ ഖതീബ് മുടങ്ങാതെ പറയും മൂപ്പരെ പേര്. ആ പേരും കേൾക്കുമ്പോൾ ഇത് നമ്മളെ ഖൽബിൽ വരണം. അതന്നെ അതാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ വലുതാക്കിയ ഘടകം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത താല്പര്യമായിരുന്നു. അപ്പോ നബി തങ്ങൾ നമ്മുടെ വാപ്പയാണ് എന്ന് പറഞ്ഞാൽ പോരാ, അമ്മയാണെന്നും പറഞ്ഞാൽ പോരാ. അല്ലെങ്കിലും മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമായിരിക്കുമെന്നാണ്. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തംകീൻ എന്ന് പറയുന്നത്. നബിതങ്ങൾ എൻ്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്, എൻ്റെ എല്ലാമാണ് എന്ന് പറയുന്നതിന് ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മടങ്ങാൻ വേണ്ടി ഒരുങ്ങാണ് മദീനത്തേക്ക്. എല്ലാവരും മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഈദ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. നബി തങ്ങൾ ചോദിച്ചു, നമ്മളാ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റിൽ മൂപ്പരെ പേരുണ്ടോ എന്ന് ചോദിച്ചു. അതിലില്ല. പോകാൻ ഒരുങ്ങിയതിലുണ്ടോ ചോദിച്ചു. അപ്പൊ അതും ഇല്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നാല് സെയ്ദ് പോയിട്ട് മൂപ്പരൊന്ന് തെരഞ്ഞു നോക്കട്ടെ. അങ്ങനെ എല്ലാരും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതിന്റെ ഇടയില് സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറെ ദൂരം തെരഞ്ഞ് അവസാനം കാണാനില്ല. മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരു ഞരക്കം കേട്ടു. ചെന്ന് നോക്കുമ്പോ മഹാനായ സ്വഹാബി വര്യൻ മണലിൽ പുല്ല് കിടക്കുകയാണ്. അടുത്തിങ്ങനെ ചെന്നിരുന്നിട്ട് പറഞ്ഞു, ഞാൻ സെയ്ദാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിന് ചോര വരുന്നുണ്ടോ? മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ചോദിക്കാനുള്ള ആകള്ള നബിന്റെ പല്ല് പൊട്ടിയെന്ന് ചോര വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാൻ. അങ്ങനെ പറഞ്ഞു, അതിന് ചോരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനേതായാലും മരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം, എന്റെ സലാമും നിങ്ങൾ പറയണം. എന്നെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വാചാലമായി സംസാരിക്കണം. മരിക്കുന്ന സമയത്ത് വരെ സഹാബത്തിനാകെ പറയാനുള്ളത് നബിനെ പറ്റിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഓരോ എല്ലാ ആൾക്കാരായത്. അപ്പൊ നമ്മളും നബിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തംകീൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ എല്ലാ പ്രത്യേകതകളും നബിനെ കൊണ്ടുണ്ടായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ എല്ലാ ഈ ലോകത്ത് 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മത്ത് മുത്ത് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? നമ്മൾ വലുതായതുകൊണ്ടല്ല, നമ്മളെ നബി വലുതായതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഫضലുകളും നബി തങ്ങളെ കൊണ്ടുണ്ടായതാണ്. റമളാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്. റമളാൻ മാസം എല്ലാവർക്കും ഉണ്ട്. ആദം നബിക്ക് റമളാൻ മാസം ഉണ്ടായിരുന്നു. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ആകാശ ഭൂമികളെ പടച്ച അന്ന് മുതൽ മാസം 12ആണ്. 1 മുഹറമാണ്, 2 സഫറാണ്, 3 റബീഉൽ അവ്വലാണ്, 4 റബീഉൽ ആഖിറാണ്, 12 ദുൽഹിജ്ജയാണ്. 12 മാസമുണ്ട്. അതിന്റെ ആ പേരുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. പക്ഷെ അവർക്കൊന്നും റമളാന്റെ പോരിശല്ല. പോരിശ നമുക്ക് മാത്രമുള്ളതാണ്. എന്താ കാരണം? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിന്റെ പോരിശ ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ ഞമ്മക്ക് ഇറങ്ങിയതല്ല, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. അതിനാൽ റമളാനിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
എല്ലാ ഫളിലുകളും എല്ലാ പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചെന്നുകൊണ്ടാണ് അവസാനിക്കുക. ലോകത്തെ എല്ലാ വിഷയത്തെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് പറഞ്ഞതിന്റെ കാരണം അതാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണെന്നാണ് ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങി എന്നതാണ്. ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയെന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയതാണ്. മനുഷ്യന്മാരെ ശ്രദ്ധിക്കണേ. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ഓതി കൊടുത്തിട്ട് ഇത് നബി തങ്ങൾക്ക് പോയി ഓതി കൊടുത്താളി എന്ന് പറഞ്ഞതല്ല. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അല്ലാഹു തആല ഖുർആൻ ഓതിയതല്ല. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്നിറങ്ങിയെന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ് എന്നാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഇറങ്ങൂല. അപ്പോൾ മുഹമ്മദ് നബിക്കാണോ ലൈലത്തുൽ ഖദ്റിനാണോ പ്രത്യേകത ഉള്ളത്? മുഹമ്മദ് നബിക്കാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തന്നെ എല്ലാ കാര്യം കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കഅബക്ക് എന്താ പ്രത്യേകത? കഅബയുടെ പ്രത്യേകത, കഅബ ആദ്യം കഅബ ഉണ്ടാക്കിയത് മലക്കുകളാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെയും മുമ്പ് മലക്കുകളാണ് ആദ്യം കഅബ ഉണ്ടാക്കുന്നത്. പിന്നീട് ആദം നബി അലൈഹിസ്സലാം വന്നു, ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടായി, മനുഷ്യന്മാർ കഅബയിൽ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കഅബയുടെ നേരെ മുകൾ ഭാഗത്ത് ബൈത്തുൽ മഅമൂർ എന്ന പേരായ ഒരു വീട് അല്ലാഹു തആല പണി കഴിപ്പിച്ചു. മലക്കുകളുടെ തവാഫും കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി. അങ്ങനെ കഅബ മനുഷ്യന്മാർക്കാക്കി. ആദം നബി അലൈഹിസ്സലാമിന് മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനായ ഇസ്മാഈൽ അലൈഹിസ്സലാമും ചേർന്ന് കഅബ പുതുക്കി പണിതു. ആ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആനപ്പടയെ തകർത്ത് കളഞ്ഞു. നല്ലോണം മനസ്സിലാക്കണം നിങ്ങള്. മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അല്ലാഹു തകർത്തു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കി. ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ വന്നപ്പോൾ അബ്രഹത്ത് രാജാവിനെയും ആനപ്പടയെയുമാണ് അന്ന് തകർത്തത്. നൂഹ് നബിന്റെ കാലത്ത് തകർത്ത കഅബ എന്താ? അബ്രഹത്ത് രാജാവിന്റെ കാലത്ത് തകർക്കാൻ പാടില്ല. പറ്റൂലെങ്കിൽ പിന്നെയും കുറേം കൂടി പറ്റാത്ത മലക്കുകൾ ഉണ്ടാക്കിയ കഅബല്ലേ, അത് പൊളിഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ പൊളിയാൻ പാടില്ല. എന്താ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കഅബ പൊളിയാൻ പാടില്ലാത്തതിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദുആ നടത്തിയിരുന്നു. ആ ദുആയിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്: റബ്ബനാ
വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ യാത്രയാക്കേണമേ. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് രണ്ടാം ഭാര്യയായ ഹാജറ ബീവിയിലാണ് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത്. അതാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. പിന്നീട് ആദ്യ ഭാര്യയായ സാറാ ബീവിയിലും കുട്ടി ഉണ്ടായി. അതാണ് സയ്യിദുന ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 10ലധികം മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് യൂസുഫ് നബി, അതിൽപ്പെട്ടതാണ് ബിന്യാമീൻ, അതൊരു ഉമ്മാന്റെ മക്കൾ. പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട മക്കള് വേറെ ഉമ്മാന്റെ മക്കളും. ഈ മക്കളുടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഈ മക്കളുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്.